തന്നെ 4 വർഷം പഠിച്ച എൻ്റെ കോളേജ്. ഇനി എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ള ഒരു വരവ് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. സോ നമുക്കൊന്ന് ലാസ്റ്റ് മിനിറ്റ് അല്ലേ, ലാസ്റ്റ് അവർ ഒന്ന് നമുക്ക് നമ്മുടെ കോളേജ് ഒന്ന് ചുറ്റിപ്പറ്റി നടക്കാം. എന്നിട്ട് എൻ്റെ കുറച്ച് മെമ്മറീസ് ഒക്കെ പറയാം. ഓക്കെ, ഇതാണ് മെക് ബ്ലോക്ക്, അല്ലെങ്കിൽ മെയിൻ ബ്ലോക്കാണ് നമ്മുടെ കോളേജിൽ. മെക് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും ഹൈ ആൻഡ് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഈ മെയിൻ ബ്ലോക്കിൽ തന്നെയാണ് ഉള്ളത്. സോ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയാം. പിന്നെ അത് കുറച്ച് വീഡിയോയുടെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റായ ഈസിനെ പറ്റി ഞാൻ ആക്ച്വലി കുറച്ച് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ നടുമുറ്റം സ്റ്റേജ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുറേ ഗസ്റ്റൊക്കെ വരുമ്പോൾ പരിപാടി നടത്തുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അങ്ങനെ വേറൊരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോയ്സും ഗേൾസും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ളൊരു സ്പേസാണ് ഇവിടെ. ഇത് ഓപ്പണാണ്. അവിടെ ഒരു പ്ലഗിനുണ്ട്. അവിടെ നിന്ന് എത്ര പ്രാവശ്യം കുറേ പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ കുറേ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കുറേ മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണിത്. ഇത് ഭയങ്കര എനിക്ക് ക്ലോസ് ടു ഹേർട്ടാണ്. കാരണം എൻ്റെ പ്രോജക്റ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഐ തിങ്ക് ഫ്രം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഞാൻ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ് ഐ എം സ്റ്റിക്കിൻ ടു മൈ ഹോസ്റ്റൽ ഇറ്റ്സെൽഫ്. സോ ഇത് ലൈബ്രറിയാണ്. ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തു. ലൈബ്രറിയാണ്. ഞാൻ കയറാത്തൊരു സ്ഥലമാണ് ലൈബ്രറി. ഇടയ്ക്ക് കയറും, എന്തിനൊക്കെയോ കയറും. എനിക്കൊന്ന് ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റോപ്പ് ചെയ്തതാണ് ബുക്ക് എടുക്കാൻ തുടങ്ങുന്നത്. പിന്നോട് ഞാൻ ബുക്കൊന്നും എടുത്തിട്ടില്ല. പിന്നെ അങ്ങേയറ്റത്ത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര തവണ സ്റ്റെപ്പൊക്കെ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം അഡ്മിഷൻ ടു ലാസ്റ്റ് എന്തോ എൻ്റെ ഫീസൊക്കെ അടയ്ക്കുന്നതാണ് വരാൻ ഞാൻ ഈ സ്റ്റെപ്പ് കയറി തന്നെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഓഫീസ്. സെക്ഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ എല്ലാ ഹോൾ കോളേജ് എപ്പോഴും വളരെ എല്ലാ സ്റ്റുഡൻസും ഈ മെക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അത്രയും ഭംഗിയാണ്. ഈ ഒരു വ്യൂ തന്നെ നല്ല രസമാണ്. കുറേ സിനിമകളൊക്കെ അത് ഞാൻ പറയുന്നത് സുഭശരണ്യ, നമ്മൾ, ക്യൂൻസ്, ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഈ കോളേജിലാണ്. അങ്ങനെ കുറേ മെമ്മറീസ്. നിങ്ങൾക്ക് സൂപ്പർ ശരണ്യൊക്കെ എടുത്ത് നോക്കിയാൽ ഈ ഒരു ക്ലാസ്സിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മളിലും കുറേ സീക്വൻസാണ് നമ്മുടെ കോളേജിൽ. പിന്നെ ക്യൂൻസിൽ ഡാൻസും പാട്ടും ഒക്കെ ഈ ഒരു ഏരിയ റീജിയനിലൊക്കെയാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ അത്രയും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു കോളേജാണ് നമ്മുടേത്. അതുപോലെ തന്നെ കുറേ എന്താ പറയട്ടെ, സോ കുറേ മെമ്മറീസ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പ്ലസ് ടുവിന് മുന്നേ ഫ്രണ്ട്ഷിപ്പിനൊന്നും വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്ത ഒരാളായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രണ്ട്സായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഫ്രണ്ട്സ് എങ്ങനെ നമുക്ക് ഫാമിലി ആക്കാം, എത്രത്തോളം ബന്ധങ്ങൾക്ക് വാല്യൂസ് കൊടുക്കണമെന്ന് പഠിപ്പിച്ച കോളേജാണ്. പിന്നെ ഞാൻ ഭയങ്കര സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ടൈപ്പായി. ഇടയ്ക്കൊക്കെ തന്നെയായിരിക്കും ഞാനവിടെ നിൽക്കുന്നത് ഹോസ്റ്റലിലൊക്കെ. അപ്പം ഏത് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി എൻ്റെ കോളേജിൽ എനിക്ക് തോന്നുന്നു. മോർ ദാൻ അക്കാഡമിക്സ് ഞാൻ ഭയങ്കര അടിപൊളിയൊന്നും അല്ലായിരുന്നു. പക്ഷെ മോർ ദാൻ അക്കാഡമിക്സ് എനിക്ക് കോളേജിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു. പിന്നെ ലൈക്ക് ഒരു ഇവൻറ്റ് നടത്താൻ അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജ്മെൻറ്റ് സ്കില്ല് തന്നിട്ടുണ്ട്. പിന്നെ കുറേ കണക്ഷൻസ് എനിക്ക് കോളേജിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സീനിയേഴ്സ് ജൂനിയേഴ്സായിട്ടുള്ളൊരു ബന്ധമൊക്കെ അതിപ്പോഴും നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സ്കിൽ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ബന്ധങ്ങൾ വന്നാൽ ചിലതൊക്കെ ഭയങ്കര മിസ്റ്റേക്ക് ആയിരുന്നു, ചിലതൊക്കെ ഭയങ്കര ഹാർട്ട് ബ്രേക്കും വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ല 2-3 ബന്ധങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് വന്നു, പക്ഷെ കൂടുതൽ നല്ല മെമ്മറീസും നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ഗാലറിയും കാര്യങ്ങളൊക്കെ കാണാം. ബൈ ബൈ. സ്നേഹ എന്ത് പറയാനുണ്ട്? നീ ഇങ്ങോട്ട് വാ. മിസ് യൂടാ. സ്നേഹ മിസ് യു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ കഴിഞ്ഞ വ്ലോഗിൽ നീ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നോ?
Like, share and subscribe. ഓക്കെ അപ്പം ഓക്കെ ഇത് ഡിസ്പെൻസറി ആണല്ലേ നമ്മളെപ്പോഴും അല്ല നമുക്ക് ഫ്രീ ആയിട്ട് അതെ മരുന്നും പിന്നെ ഫ്രീ ആയിട്ട് അറ്റൻഡൻസും അതെ അതെ എക്സാമിനൊന്നും ഞങ്ങൾ എഴുതത്തില്ല ഡിസ്പെൻസറി ഡോക്ടർ ഇതിൽ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ആളെ ഇതെൻ്റെ സിസ്റ്റർ ചന്ദ്രഗുപ്തം